അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റും HODയുമായ ഡോക്ടർ VP പൈലിയാണ്. ഡോക്ടറെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സർ ടു ദ പ്രോഗ്രാം. താങ്ക് യു സർ. നമ്മൾ കുട്ടികൾ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ജനിച്ച് വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെ ഓരോ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകാറുണ്ട്. അതിലെ ഒരു പ്രധാന ഘട്ടമാണ് ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്നത്. സാധാരണ നമ്മൾ ആദ്യത്തെ ആർത്തവം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 11 മുതൽ 14 വയസ്സിനിടയിലാണ്. മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഈ കാലയളവിലാണ് ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്നത്. പക്ഷെ ചില കുട്ടികളിൽ ആ സമയത്തും ആർത്തവം ഉണ്ടാകാറില്ല. ഇങ്ങനെ എത്ര വയസ്സ് വരെ നമുക്ക് ആർത്തവം വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കാം? എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് ആദ്യത്തെ ആർത്തവം വന്നിട്ടില്ലെങ്കിൽ? അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. 11 മുതൽ 14 എന്ന് പറഞ്ഞെങ്കിലും 9 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ആർത്തവം നോർമലായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി 14 വയസ്സ് വരെ ആയിട്ടും ആർത്തവം കിട്ടിയിട്ടില്ല. കുട്ടിക്ക് സാധാരണ പെൺകുട്ടികൾക്ക് ആ പ്രായത്തിൽ വരുന്ന ലൈംഗിക ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ താമസിയാതെ ഡോക്ടറെ പോയി കാണണം. പക്ഷേ സാധാരണ കുട്ടികളിൽ വരുന്ന ചേഞ്ചസ്, പ്രത്യേകിച്ചും പൊക്കം അല്പം കൂടുക, ദേഹം അല്പം കൂടെ പുഷ്ടി വയ്ക്കുക, ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങുക, ഇങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടെ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഏകദേശം 15-16 വയസ്സ് വരെ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ചില കുട്ടികൾ 9 വയസ്സിൽ താഴെ ആർത്തവം ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപൂർവമാണ്, എന്നാലും അതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ടാകാം. ബോഡിയിൽ അപൂർവമായിട്ടുണ്ടാകുന്ന ചില ട്യൂമറുകളും ഒക്കെ ആകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കണമല്ലോ. ഓക്കെ. പിന്നെ ആദ്യത്തെ ആർത്തവത്തിന് ശേഷം മിക്കവാറും കുട്ടികൾക്ക് ക്രമം തെറ്റിയ ആർത്തവം വളരെ സാധാരണമാണ്. മാത്രമല്ല ചിലവർക്ക് ക്രമം തെറ്റിയ ആർത്തവം വന്നാൽ അതിനുശേഷം അമിത രക്തസ്രാവവും കാണാറുണ്ട്. അത് വളരെ ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോഴത്തെ കാലം പോലെയാണ്. ആർത്തവം തുടങ്ങുമ്പോൾ ഗർഭപാത്രവും അണ്ഡാശയവും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും എല്ലാം ഒരുമിച്ച് കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണല്ലോ ആർത്തവം നടക്കുന്നത്. അത് ഒന്ന് ശരിയായി വരുന്നതിന് അല്പം സമയമെടുക്കും. അതുകൊണ്ട് ആദ്യം അല്പം ക്രമം തെറ്റുന്നതിൽ ഒട്ടും വിചാരപ്പെടാനില്ല. പിന്നെ മറ്റൊരു കാര്യം, ആദ്യ മാസങ്ങളിലെ ആർത്തവങ്ങൾ മിക്കവരിലും അണ്ഡോൽപാദനം ഇല്ലാതെ ഉണ്ടാകുന്ന ആർത്തവമാണ്. അങ്ങനെ ആകുമ്പോൾ അത് കൃത്യസമയത്ത് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ 28 ദിവസം കൂടുമ്പോൾ വന്നുകൊള്ളണമെന്നൊന്നുമില്ല. ഈ അമിത രക്തസ്രാവം ഈ പ്രായത്തിൽ കണ്ടാൽ നമ്മൾ എന്തെങ്കിലും ചികിത്സ നേടേണ്ടതായിട്ടുണ്ടോ? ഒരു പ്രാവശ്യമോ അങ്ങനെ ഇടവിട്ട് 1-2 പ്രാവശ്യമോ, പ്രത്യേകിച്ചും കുറച്ച് നാൾ മാസങ്ങളിൽ ഇല്ലാതിരുന്നിട്ട് വന്നപ്പോൾ ഉണ്ടായതാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. പക്ഷേ എല്ലാ മാസവും അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായതുകൊണ്ട് അതെ, തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അത് എക്സാമിൻ ചെയ്യുന്നത് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ മാസമുറ സമയത്ത് അതികഠിനമായ വേദന ചില കുട്ടികളിൽ കാണാറുണ്ട്. ചിലർക്ക് ചെറിയ തോതിലെ വേദന കാണാറുള്ളൂ. മറ്റു ചിലർക്ക് അവർക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ അതികഠിനമായ വേദന വന്നാൽ നമ്മൾ അത് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഭാഗ്യത്തിന് ആദ്യ മാസങ്ങളിലെ ആർത്തവം സാധാരണഗതിയിൽ പെയിൻഫുൾ അല്ല. അതിൻ്റെ കാരണം അണ്ഡോൽപാദനത്തിന് ശേഷം ഉണ്ടാകുന്ന ആർത്തവമാണ് സാധാരണഗതിയിൽ പെയിൻഫുൾ ആകുന്നത്. പക്ഷേ എല്ലാ മാസവും വളരെ പെയിൻഫുള്ളായിട്ടാണ് മാസമുറ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. പ്രത്യേകിച്ചും ആ കുഞ്ഞിന് സ്കൂളിൽ പോകുന്നതിന് ഈ പെയിൻ ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിലും ഡോക്ടറെ കണ്ട് അതിൻ്റെ കാരണം കാണുകയും അതിനുള്ള പ്രതിവിധി നേടുകയും വേണ്ടതാണ്. ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പം കേൾക്കുന്ന ഒരു അസുഖമാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എന്താണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? വളരെ ശരിയാണ് പറഞ്ഞത്. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേകത ഇപ്പോൾ പണ്ടത്തേനേക്കാൾ കൂടുതലായിട്ട് റെക്കഗ്നൈസ്ഡ് ആകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അതിൻ്റെ ഇൻസിഡൻസും ശരിക്കും കൂടിയിട്ടുണ്ട്. പണ്ട് 10-50 കൊല്ലം മുമ്പ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതിനെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് വിളിക്കുന്നതും അറിയേണ്ടതാണ്. ഈ ഒരു പേര് വന്നത് തന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇതിന് വേറെ പേരാ പറഞ്ഞിരുന്നത്. അത് സ്റ്റീൻ ലെവൻതാൽ സിൻഡ്രോം എന്നൊക്കെയാണ് അതിനെ പറഞ്ഞിരുന്നത്. പക്ഷേ അൾട്രാസൗണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആന്തരിക അവയവങ്ങളുടെ
ഘടന മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായി വന്നതോടുകൂടി ഇങ്ങനെയുള്ള ആളുകളിൽ അണ്ഡാശയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അണ്ഡാശയത്തിൻ്റെ ഒരു പടമെടുത്ത് നോക്കിയാൽ അണ്ഡാശയം ഒരു ഓവൽ ഷേപ്പിലുള്ളതാണെന്ന് അറിയാമല്ലോ. അതിൻ്റെ പെരിഫറിയിൽ ചെറിയ ചെറിയ കുമ്പളകൾ പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള പേര് തന്നെ വന്നത്. നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ വിശദമായിട്ട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്, പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ആ പ്രോബ്ലം ഇപ്പോൾ മച്ച് മോർ ദാൻ ബിഫോർ കൂടുതലായി വരുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതിനൊരു പ്രധാന കാരണമാണ്. പ്രത്യേകിച്ചും ഈ ടെൻഡൻസി ഉള്ള കുട്ടികളിൽ അവർക്ക് ഓവർ വെയ്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ കാഠിന്യം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ കൂടുതൽ വരും. ഇപ്പോൾ അറിയാമല്ലോ, കുട്ടികളിലെ ഒബേസിറ്റി ഇപ്പോൾ ഒരു വലിയൊരു എപ്പിഡമിയോളജിക്കൽ ലെവലിലേക്ക്, എപ്പിഡമിക് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലിന് ഇതിനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൂടാതെ ജനറ്റിക് ഫാക്ടേഴ്സും ഇതിനുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അമ്മയ്ക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അങ്ങനെയുണ്ട്. എന്തൊക്കെയാണ് ഡോക്ടർ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ആർത്തവ സംബന്ധമായിട്ടുള്ളത് തന്നെയാണ്. പീരിയഡ്സ് മുമ്പ് പറഞ്ഞതുപോലെ മാസം അല്ലെങ്കിൽ 28 ദിവസം കൂടുമ്പോൾ വരിക എന്നുള്ളത് ആയിരിക്കില്ല. ക്രമം തെറ്റി വരും. കുറച്ചുകൂടെ നീണ്ട സൈക്കിൾസ് ആയിരിക്കും. അങ്ങനെ വരുന്ന സൈക്കിൾസ് ആവട്ടെ കുറച്ചുകൂടെ കൂടുതൽ ബ്ലീഡിങ്ങും ഉണ്ടാക്കും. ഈ നീണ്ടു പോകുന്നതിനുള്ള കാരണവും അതുപോലെ ബ്ലീഡിങ് കൂടുതലുണ്ടാകുന്നതിനുള്ള കാരണവും എല്ലാം ഇതോടനുബന്ധിച്ച് ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും പോളിസിസ്റ്റിക് ഓവറിയിൽ സംഭവിക്കുന്ന അതിൻ്റെ അടിസ്ഥാനമായ പ്രോബ്ലം അവരിൽ ഓവുലേഷൻ നടക്കുന്നില്ല, അണ്ടോൽപാദനം നടക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ക്രമം തെറ്റി ആർത്തവം വരും എന്ന് മാത്രമല്ല, ഈ പോളിസിസ്റ്റിക് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒത്തിരി ഫോളിക്കിൾസ് അണ്ടം വികസിക്കാൻ ട്രൈ ചെയ്യുകയും അതൊന്നും പൂർണ്ണ വളർച്ചയിൽ എത്താതെ നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസ് ഒരു സാധാരണ കുട്ടിയേക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. കുട്ടിയുടേതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് എന്ന് തന്നെയല്ല, പുരുഷ സഹജമായിട്ടുള്ള ഹോർമോൺസ് എല്ലാ സ്ത്രീകളിലും ഉണ്ട്. അതിൻ്റെ അളവ് ഈ കുട്ടികളിൽ അല്പം കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും കാണും. ഏറ്റവും സാധാരണമായി കുട്ടികളെ പ്രത്യേകിച്ചും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതോടൊപ്പം കാണുന്ന ദേഹത്തെ രോമ വളർച്ചയുടെ വ്യത്യാസം. മെയിൻലി ഫേഷ്യലാണ് എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷേ ഫേഷ്യൽ മാത്രമല്ല, ദേഹത്ത് എല്ലായിടത്തും വരാം. പ്രധാനമായിട്ടും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഫേഷ്യൽ ഹെയർ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഫേഷ്യൽ ഹെയർ കൂടുതൽ വരിക, ചിലർക്ക് കൂടുതൽ ഈ മുഖക്കുരു വരിക. ഇത് രണ്ടുമാണ് ഏറ്റവും എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അത് അൺഫോർച്ചുനേറ്റ്ലി പോളിസിസ്റ്റിക് ഓവറിയിൽ കൂടുതൽ കാണുന്ന പ്രോബ്ലമാണ്. ഇവർക്ക് ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാമോ? ഉണ്ട്. വറിയടിക്കത്തക്ക ഒരു കണ്ടീഷൻ അല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ. ഇത് കേട്ട ഉടനെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് ഉടനെ അയ്യോ ജീവിതം തൊലഞ്ഞു പോയി എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പോളിസിസ്റ്റിക് ഓവറി അണ്ഡാശയത്തിലെ സിസ്റ്റ് ആണോ എന്നൊരു സംശയം. നാച്ചുറലി ആ വേർഡ് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ പോളിസിസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവരും സിസ്റ്റ് എന്ന് ഉടനെ പറയും. അണ്ഡാശയത്തിലെ സിസ്റ്റാണ്. പോളി എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സിസ്റ്റാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയുള്ള സിസ്റ്റിന് നമ്മൾ വേറെ പേരാ പറയുക. ഇത് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ അണ്ഡാശയത്തിലുള്ള ആ ചെറിയ കുമിളകൾ പോലെയുള്ള സിസ്റ്റുകളാണ് വരുന്നത്. പക്ഷേ ഒത്തിരി നമ്പർ ആകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇഫക്റ്റ് ബോഡിയിൽ കാണുകയും ചെയ്യും. അവരുടെ ലോങ് ടേം എന്തൊക്കെയാണ് ഡോക്ടർ? ലോങ് ടേം ഈ പ്രക്രിയ അവരുടെ റിപ്രൊഡക്റ്റീവ് ലൈഫ്, അതായത് പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടും സന്താനോൽപാദന സമയത്തും എല്ലാം ഇതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ക്രമമായി അണ്ടോൽപാദനം നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് റെഗുലറായിട്ട് അണ്ടോൽപാദനം നടക്കുന്ന ഒരാളെ അപേക്ഷിച്ച് കുറവായിരിക്കും. പക്ഷേ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിലേ ഉള്ളൂ. ഇത് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ ഭാവിയിൽ കുഴപ്പമാണ് എന്ന് വിചാരിച്ച് ഡോക്ടറെ കാണാതിരിക്കുക, അതല്ലെങ്കിൽ വേറെ പല വിഭാഗങ്ങളിലുള്ള ചില ചികിത്സാ രീതികളിൽ പോയിട്ട് അതിലിങ്ങനെ നടന്ന് വളരെ അഡ്വാൻസ് ഒരു ലെവൽ വരെ ദേഹം മുഴുവൻ വല്ലാതെ ഹെയർ ഗ്രോത്ത് ആകുന്നത് വരെ ഒക്കെ കൊണ്ടു നടക്കുക, ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ആക്ച്വലി അത് ഭാവിയിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത്. വളരെ അപൂർവമായിട്ട്, പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്ത് ഒക്കെ വളരെ കൂടുതലാണ് ബോഡിയിലെങ്കിൽ അത് അല്പം കൂടെ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയുള്ള ഹോർമോൺസ് ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥിയും ഉണ്ട് ബോഡിയിൽ. ഈ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോൺസും വളരെ സിമിലറാണ്. അതിലും പുരുഷ സഹജമായ ഹോർമോൺസിൻ്റെ അളവുണ്ട്.
അതുകൊണ്ടാണെങ്കിൽ ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ വളരെ കൂടുതൽ വരാം. നമ്മളതൊരു സ്കാൻ എടുത്ത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അഡ്രിനൽ ഗ്രന്ഥി എന്നുള്ളതാണോ അതോ പോളിസിസ്റ്റിക് ഓവറി ആണോ എന്നുള്ളത്. വെറും സ്കാൻ കൊണ്ട് മാത്രം പറ്റിയെന്ന് വരില്ല. എന്താണെന്ന് വെച്ചാൽ ഈ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുള്ള ചേഞ്ചസ് ആണെങ്കിൽ അഡ്രിനലിൽ വലിയ സ്കാൻ പിക്കപ്പ് ചെയ്യാവുന്ന ചേഞ്ചസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വളരെ അപൂർവമായിട്ട്, അതിലും അപൂർവമായിട്ട് ചിലപ്പോൾ ഈ പുരുഷ സഹജമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂമർ ഉണ്ടാകാം. അത് അണ്ഡാശയത്തിലുണ്ടാകാം. അങ്ങനെയുള്ള ട്യൂമർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന ചേഞ്ചസ് എല്ലാം കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾ പേടിക്കുകയോ ഒന്നും ചെയ്യണം, മറ്റേ പേരൻസ് പേടിക്കുകയോ വറിയടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്ത് അവർക്ക് ഭാവിയിലെ ആരോഗ്യത്തെക്കാളും കുട്ടികളും സഹപാഠികളുമൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നതിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാനും അവർ വിഡ്രോഡ് ആകാനും ഒക്കെയുള്ള ചാൻസ് ഉള്ളത് കാരണം അധികം നീട്ടിയിടാതെ നേരത്തെ തന്നെ ഡോക്ടറെ കാണുകയും അതിനുള്ള അഡ്വൈസ് സ്വീകരിക്കുകയും ചെയ്യാൻ നമ്മൾ പറയണം. നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുമ്പോൾ സാധാരണ വണ്ണമുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ നമ്മൾ കാണുന്നത് പോളിസിസ്റ്റിക് ഓവറീസ്. മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും പോളിസിസ്റ്റിക് ഓവറീസ് വരാമോ? തീർച്ചയായിട്ടും വരാം. പക്ഷേ വണ്ണമുള്ളവരിലാണ് ഇതിൻ്റെ കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്നും ഹോർമോണിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈസ്ട്രജനും അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിലെ മേധസ് അല്ലെങ്കിൽ ഫാറ്റിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റിലൂടെ അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വണ്ണമുള്ളവർക്ക് അത് കൂടുതൽ വരിക. ആ ഒരു രീതിയിൽ ബോഡി വെയ്റ്റ് ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ ഒരു ടെൻഡൻസി ഉള്ളവർ അത് മനസ്സിൽ കണ്ട് അമിതവണ്ണം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ ആഹാരക്രമത്തിലും എക്സസൈസ് രീതിയിലും എല്ലാം ശ്രദ്ധിച്ച് ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എസ്പെഷ്യലി ടീനേജ് ഗ്രൂപ്പിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാമല്ലോ ഈ മറ്റേ അവരുടെ ആഹാര രീതി തന്നെ ഇപ്പോൾ വളരെ മാറിയിട്ടുണ്ട്. അത് കാരണം അങ്ങനെയുള്ള ആഹാരം കൂടുതൽ ഫാറ്റ് അങ്ങനെയുള്ളത് ചെല്ലുന്നതിനും അതുപോലെ ഷുഗറിൻ്റെ ഇൻടേക്ക് കൂടുന്നതിനും ഇടയായാൽ തീർച്ചയായിട്ടും അത് പിന്നീട് വളരെ ദുഃഖിക്കേണ്ടി വരെ ഒരു സ്ഥിതിയിലേക്ക് പോകും. നമ്മളിപ്പം നേരത്തെ പറഞ്ഞു പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ളവർക്ക് ഭാവിയിൽ ഓവുലേഷൻ്റെ പ്രശ്നങ്ങൾ വരാം, പ്രഗ്നൻസിക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാമെന്ന് പറഞ്ഞു. അപ്പം സാധാരണ ഇപ്പം നമ്മുടെ സ്ത്രീകളൊക്കെ കുറച്ചും കൂടെ കാരിയർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ആദ്യത്തെ ഗർഭധാരണം പലരും കുറച്ചൊന്ന് വൈകിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ആദ്യത്തെ ഗർഭധാരണം നമ്മൾ വൈകിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിയാണോ? അത് എന്തെനിക്ക് സംശയമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഈ എപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നുള്ളത് പ്രത്യേകിച്ചും രാജു പറഞ്ഞത് ശരിയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഏതായാലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കുഞ്ഞുങ്ങൾ മതി എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു പ്രത്യേകത കണ്ടിട്ടുള്ളത് പേരൻസിന് വളരെ നിർബന്ധമാണ് എങ്ങനെയെങ്കിലും ഈ തലേന്ന് ഈ ഒരു ഉത്തരവാദിത്വം മാറണമെന്ന് പറഞ്ഞ് ഏറ്റവും ചെറുപ്പത്തിലേ പിടിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു കുഞ്ഞിക്കാല് കാണാതെ അടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി മാരേജ് നേരത്തെ ആകുന്നു, അധികം താമസിയാതെ ആദ്യത്തെ പ്രഗ്നൻസി, പിന്നെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു നല്ല വിഭാഗം പോയി കാണുന്നുണ്ട്. അപ്പോൾ ഏർലി 20s പ്രഗ്നൻ്റ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു സെഗ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളവരൊന്നും ചെയ്യാതിരിക്കുന്നു. 30s പ്രഗ്നൻ്റ് ആകാൻ പോകുന്നു. ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്കും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില കണ്ടീഷൻസ് അറിയാമല്ലോ, ഈ എൻഡോമെട്രിയോസിസ് എന്നൊക്കെ കേട്ടിട്ടുള്ളവരുമൊക്കെ ആദ്യ ഗർഭം അധികം നീട്ടായിരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെയും അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ ഡോക്ടർക്ക് ഒരു ഐഡിയൽ ടൈം പീരീഡ് എന്ന് പറയാൻ പറ്റും. ഒരു 30 വയസ്സോ അല്ലെങ്കിൽ 35 വയസ്സിനുള്ളിലോ ആദ്യത്തെ ഗർഭം ധരിക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ പറ്റും. ആദ്യത്തെ ഏറ്റവും ഗർഭധാരണത്തിന് ഏറ്റവും നല്ല പ്രായം ഒരു 20 to 23 തുടങ്ങി 30 വരെയുള്ള വയസ്സ് തന്നെയാണ്. അതിനുശേഷമാകുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ കുറച്ച് കൂടി വരും. ഈ 22nd to 30 എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രായമാണ് ഐഡിയൽ ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അമ്മയുടെ പ്രായം കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യങ്ങൾ കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. പല പ്രശ്നങ്ങൾ ആക്ച്വലി അമ്മയുടെ പ്രായം കൂടുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യം വരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അമ്മമാർക്കും വേറെ പ്രശ്നങ്ങളുണ്ട്. പ്രായം കൂടി ഗർഭധാരണം നടക്കുമ്പോൾ ഡയബറ്റീസ് വരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്, ഹൈപ്പർ ടെൻഷൻ വരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. അവർ